ഹലോ ഫ്രണ്ട്സ്, മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. യൂട്യൂബിൽ നോക്കിയാൽ മാർക്കോയുടെ ചർച്ച കാണുന്നത്. ചർച്ച ഇത് അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ. വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. സ്വയം വഴിവെട്ടി വന്നയാളാണ്, ആരുടെയും സഹായമില്ലാതെ വന്നയാളാണ് ഈ ഉണ്ണി മുകുന്ദൻ. അതേപോലെ തന്നെ ജയസൂര്യ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ സിനിമ വിജയിച്ചതോടെ ഈ സിനിമാ മേഖലയിലുള്ളവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അത് ഒരുതരം അസൂയ എന്ന് പറയാം. ഇതൊരു വയലൻസ് ആക്ഷൻ മൂവി ആണല്ലോ മാർക്കോ. അതിലൂടെ ഈ ഉണ്ണി മുകുന്ദൻ സൂപ്പർ സ്റ്റാറായല്ലോ. അതിനെ പിടിക്കുമോ മറ്റുള്ളവർക്ക്? അസൂയ. ഈ സൂരജ് വെഞ്ഞാറമൂടും ജാഫറും ഒരു വേദിയിൽ മാർക്കോയെക്കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്നത് കണ്ടോ? ഒന്ന് കേട്ടു നോക്കൂ. ഇതിലെ അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. ഈ സൂരജ് വെഞ്ഞാറമൂട് ഒരു വേദിയിൽ അയാളുടെ സിനിമയെപ്പറ്റി പറയാൻ വന്നതാണ്. പക്ഷെ അയാൾ അത് ചെയ്യാതെ ഉടനെ മാർക്കോയെ കുത്തി ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമല്ല ഉണ്ടോ? അയാളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തിനാണ് വേറെ ഒരുത്തനായിട്ട് കുത്തുന്നത്? അസൂയ. അത് തന്നെ സൂരജിൻ്റെ ഒരു ഓഞ്ഞ കോമഡി. അതുകൊണ്ട് വലിയ ആളായെന്നുള്ള വിചാരമാണ്. ഇപ്പോൾ ആരും അത് കണ്ടു പഠിക്കാനൊന്നുമല്ലല്ലോ പോണത്. ഇതിനേക്കാൾ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്, അത് കണ്ടു പഠിച്ച് ജീവിക്കുന്നവരുമില്ല. ഇപ്പോൾ അക്രമാസക്തി ഉള്ളവർക്ക് ക്രിമിനൽ സ്വഭാവമുള്ളവർ അത് അങ്ങനെ ചെയ്യും. അത് ഈ സിനിമ കണ്ടുപിടിച്ചുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല. ഉണ്ണി മുകുന്ദനെ പറ്റി ഇവർ പറയുന്നത് ഒന്ന് നമുക്ക് കേൾക്കാം. പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചത്. അതിലൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു വിക്കനായിട്ട് അഭിനയിക്കാനാണ്. ആ പയ്യൻ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് ചേട്ടാ ഈ വിക്കുന്നത്, സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആ പയ്യൻ നല്ലൊരു സ്റ്റാറായിട്ട് വന്നു. എന്നോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന സ്ഥലത്തിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ എന്നാണ് പേര്. അപ്പം അന്നിലൊരു നടി ഇവൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ, ഇത് ഉണ്ണി പോലും ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു കുറച്ചിൽ പോലെ കണ്ടിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോഷൂട്ടിൽ. അപ്പോൾ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു അധികം പുതിയ പയ്യനാണല്ലോ, എൻ്റെ ഒപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഒരുപക്ഷെ ആ നടി അവൻ്റെ ഒപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കാലചക്രം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കാവ്യനീതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആരെയും ചെറുതായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല. ഒരു മയിൽക്കുറ്റിയാണെങ്കിൽ പോലും നാളെ എന്താവും എന്ന് അറിയാൻ പറ്റില്ല. രാജീവ് കുമാർ സാറ് എന്നെ പഠിപ്പിച്ചെന്നാണ് അതാണ്. ഇന്ന് ഇവനിപ്പോൾ ചെറിയൊരു നടനായിരിക്കും, പക്ഷെ നാളെ നല്ലൊരു ഹീറോ. ഇദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ആരെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. നമ്മൾ തലയിലെടുത്ത് എന്താന്ന് വെച്ചാൽ മറുനാടൻ കാണിച്ചു തന്ന ഉണ്ണി മുകുന്ദൻ്റെ വീട് ഒന്ന് കാണാം. കത്തൊക്കെ കിടപ്പുണ്ട്. ഉണ്ണിക്ക് തന്നെ ആയിരിക്കും. അല്ല, ഈ മുറി എന്ന് പറഞ്ഞു ഇതാണോ വീടിന്റെ? ഒരു റൂമും ഒരു അടുക്കളയും മാത്രമേ ഉണ്ടാകുന്നുള്ള. കേറുന്ന റിസപ്ഷനും അടുക്കളയും ഒരു മുറി മാത്രം ഉണ്ടായിരുന്നു. അവരെ പപ്പ വന്നിട്ട് ഇതൊക്കെ പണിതു. ഇത് പിന്നെ ഹാളാക്കി. നേരത്തെ ഇല്ല, ഇത് ഉള്ളപ്പോ ഇല്ലാന്നില്ല. അതായത് എന്നിട്ട് ഇത് മേടിച്ച് വലുതാക്കി. അവരെ പപ്പ തന്നെ വലുതാക്കി. ഇവൻ വലുതാകുമ്പോഴേക്കും വലുതാക്കി ഉണ്ടാക്കി എടുത്തു. ഈ ഒറ്റ മുറിയിലാണ് ഈ റൂമ്, ആ റൂം അടുക്കള. അതായത് ഉണ്ണി മുകുന്ദൻ വളർന്നത് ഈ ഒരു ഒറ്റ മുറിയിലാണ്. ഈ ഒരു മുറിയിലാണ് ഉണ്ണിയുടെ അപ്പനും അമ്മയും ഉണ്ണിയും ഒക്കെ താമസിച്ച് വളർന്ന ഈ മുറിയിലാണ്. ഈ മുറിയിലെ ഈ വീതി കുറഞ്ഞ, ഇപ്പൊ നോക്ക്, വളരെ വീതി കുറഞ്ഞ ഒരു ഡോറുണ്ട്. അടുക്കളയും മുറിയും തമ്മിൽ ബന്ധിപ്പിക്കും. ഇവിടെയാണ് ഉണ്ണി പറഞ്ഞത്, ഉണ്ണി ഇവിടെ നിന്ന് പുഷപ്പ് എടുത്ത്, ചെറുപ്പത്തിലെ ഈ ഉണ്ണിയുടെ വലിയൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഈ ബോഡി ഫ്രീക്ക്. ഇവിടാണ് പുഷപ്പ് എടുത്ത് ഉണ്ണി വളർന്നതെന്ന് പറയും. ഇവിടെയാണ് എപ്പോഴും ഒരു എന്താ പറയുക, ഇവിടെ ഒരു സോഫ ഇട്ടിട്ട് അതിലാണ് ഉണ്ണിയുടെ ജീവിതം. ഇവിടെ നിന്നാണ് കത്തയച്ചത്, ലോഹിതദാസിന് കത്തയച്ചത് ഈ ഒരു മുറിയിലെ ഈ ഇതിൽ കിടന്നിട്ട്. അപ്പോൾ ഇതാണ് അടുക്കളയിലോട്ട് കയറാം. നമുക്ക് ഇവിടെയാണ് പുള്ളിക്കാരൻ്റെ അമ്മ അടുക്കളപ്പണി ചെയ്തിരുന്നത്. ഒരു കൊച്ചു നമുക്ക്, അതായത് ഈ അടുക്കളയുടെ ഈ രണ്ടറ്റവും ഇങ്ങനെ പിടിക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു അവിടെ ബാത്റൂം അവിടെ ഇത്രേ ഉള്ളൂ. ഇത്ര ദൂരമേ ഇവിടെ ഉള്ളൂ, ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഇവിടേക്ക് വരുവാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതാണ് ഈ സംവിധാനം. ഇവിടെയാണ് അമ്മ കുക്ക് ചെയ്യുന്നത്. ഉണ്ണി അവിടെ ഒരു സോഫയിലാണ് അല്ലെങ്കിൽ ഒരു ബെഞ്ചിലാണ് ഉണ്ണിയുടെ ജീവിതം. ഇവിടെയാണ്
ചെയ്തത് പഠിച്ചത് സ്വന്തം എന്താ പറയുക എക്സ്പീരിയൻസോടെ ഉണ്ണി പഠിച്ച കാര്യങ്ങളായിരുന്നു. ഈ ഉണ്ണി പറഞ്ഞു അനുഭവം എനിക്ക് ആക്ച്വലി എൻ്റെ പാഷൻ സിനിമയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ സിനിമയ്ക്ക് പോകണമെന്നൊരു വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ എങ്ങനെയാണെന്ന് ഇപ്പം ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട് സെറ്റപ്പ് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു സ്ട്രഗിൾ ചെയ്ത് മുകളിൽ വന്ന ആൾക്കാർ. ഇപ്പം ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വളരെ നോർമൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ നമുക്ക് ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയാം, ആ സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇന്ന് ഉണ്ണി പലതും ചെയ്തിരിക്കുന്നത് ആക്ച്വലി സ്പീക്കിംഗ് സെൽഫ് ടോട്ടാണ്. കാരണം ഇന്ന് മുകളിൽ വന്ന അപ്പം അങ്ങനത്തെ ഒരാളാവുമ്പോൾ ഡയറക്ഷൻ തരാൻ ആരുമില്ല, ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരുമില്ല, അല്ലെങ്കിൽ അപ്പോൾ ഉണ്ണിക്ക് ആക്ച്വലി ആരും അറിയില്ല. പ്ലസ് ഇപ്പം നമ്മളെപ്പോഴും ഒരു അഡ്വൈസിന് വേണ്ടി നമ്മൾ നോക്കുന്നത് നമ്മുടെ കുറച്ച് സീനിയർ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്കും ഒരു ജോലി അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പിലുള്ളപ്പോൾ അവർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നതിന് അപ്പുറം ഒരു ലോകമാണ്. അപ്പം അതിലേക്ക് കാരണം എങ്ങനെ എത്തണം അവിടെ അതാരും പറയാനില്ല. പ്രിവിലേജ് അവന് കിട്ടിയിട്ടില്ല. ഐ ബി ഓണസ്റ്റ് ഓൺ ദാറ്റ്. കാരണം അവനത് കിട്ടിയിട്ടില്ല. കാരണം എല്ലാവരും മാസും ആകണം, ക്ലാസും ആകണം. അത് ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ രീതിയിൽ വലിയൊരു ഹിറ്റായി മാറട്ടെ.